നമസ്കാരം. ഡെയിലി ന്യൂസിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. 8 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 4ഇടത്ത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, ആലപ്പുഴ ജില്ലകളിൽ നാളെ അവധി. സംസ്ഥാനത്ത് ഇപ്പോൾ ശക്തമായ മഴ തുടരുകയും റെഡ് അലേർട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. അംഗനവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, പരിശീലന സ്ഥാപനങ്ങൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. എന്നാൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളുടെ സുരക്ഷ അതാത് സ്ഥാപന മേധാവികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി അവധി നൽകാവുന്നതാണ്. റെഡ് അലേർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണം. സുരക്ഷിതമായ താമസ സ്ഥലങ്ങളിൽ തന്നെ തുടരുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യണം. താമരശ്ശേരി ചുരം, ബോയ്സ് ടൗൺ, പാൽച്ചുരം വഴിയുള്ള യാത്രകൾ അതീവ ജാഗ്രത പാലിക്കണം. അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ് ജനങ്ങൾ. ആലപ്പുഴ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ വെൺമണി താലൂക്ക്, അതായത് ചെങ്ങന്നൂർ വെൺമണി താലൂക്കിലെ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള വെള്ളക്കെട്ടാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ശാർങ്കാവ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മതിലിൻ്റെ അടുത്ത് വരെ വെള്ളം എത്തിയിട്ടുണ്ട്. പകുതിയോളം വെള്ളത്തിലാണ് ഇപ്പോൾ ക്ഷേത്രം നിലനിൽക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ജനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ക്യാമ്പിലാണ് കഴിയുന്നത്. അതോടൊപ്പം തന്നെ കേരള സർവകലാശാല പഠന വകുപ്പിലെ പരീക്ഷകൾക്ക് മാറ്റമില്ല. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആയിരിക്കും. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് ആയിരിക്കും. അതോടൊപ്പം തന്നെ ക്യാമ്പുകളിലേക്ക് പ്രത്യേക സംവിധാനങ്ങളും ഭക്ഷണം തയ്യാറാക്കും. എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാൻ അനുവാദം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വെള്ളം കയറിയ വീടുകൾക്ക് 10,000 രൂപ ധനസഹായം നൽകും. ക്യാമ്പുകളിൽ നിന്നും മടങ്ങുന്നവരുടെ വീടുകൾ വൃത്തിയാക്കുന്നതിന് സംവിധാനം ഒരുക്കും. നദികളിൽ മണ്ണ് നിറഞ്ഞു കിടക്കുന്നത് ചെറിയ മഴയ്ക്ക് തന്നെ വെള്ളം ഉയരാൻ ഇടയായി. മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കും. ചെറിയ സമയത്ത് വലിയ മഴ പെയ്യുന്നതാണ് വെള്ളം കയറാൻ കാരണം. വനത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായത് വെള്ളം പൊട്ടി ഒലിച്ച് വരാൻ കാരണമായി. അതോടൊപ്പം തന്നെ മണ്ണ് നീക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുന്നതായിരിക്കും. കാലാവസ്ഥ മാറ്റം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിതീവ്ര മഴയാണ് ഏറ്റവും ഭീഷണി. ജില്ലയിൽ 300 മില്ലിലീറ്റർ അധികം മഴയാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയത്. വെള്ളപ്പൊക്ക സാധ്യത മേഖലകളിൽ ഇപ്പോഴും വീടുകളിൽ തുടരുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഉരുൾപൊട്ടലൊക്കെ ഉള്ള മേഖലകളിൽ ജനങ്ങൾ പാർക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ തൊട്ടടുത്തുള്ള ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാവണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുരക്ഷ മുൻനിർത്തി എത്രയും പെട്ടെന്ന് മറ്റു ജനങ്ങളെ കൂടെ അറിയിച്ച് എത്രയും പെട്ടെന്ന് ക്യാമ്പുകളിലേക്കൊക്കെ മാറി പാർക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. വെള്ളം പോകുന്ന സ്ഥലങ്ങളിലാണെങ്കിലും അങ്ങനെ ജനങ്ങൾ മാറി പാർക്കുന്നത്, സുരക്ഷിത സ്ഥാനങ്ങളിലേക്കൊക്കെ മാറുന്നത് ഏറ്റവും നല്ലതായിരിക്കും. എല്ലാവരും തന്നെ സുരക്ഷിതരായിരിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോസിനായി ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക്